മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന വമ്പൻ സിനിമ. ഒരുപക്ഷെ മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കമായിരിക്കും കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ആടുജീവിതം എന്ന ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന നടന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ മാത്രമല്ല, ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായ ആടുജീവിതം എന്ന നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരം എങ്ങനെയായിരിക്കും എന്ന് കാണാൻ കൂടിയായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്. പൃഥ്വിരാജ് ബ്ലസ്സി ചിത്രം ആടുജീവിതത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്ന് ഉറപ്പ് തരുന്ന ട്രെയിലർ തന്നെയാണ് റിലീസിനായി വന്നിരിക്കുന്നത്. നജീബായുള്ള പൃഥ്വിയുടെ പരകായ പ്രവേശമാണ് ചിത്രത്തിലെ പ്രധാന ആകർഷണം. ഒപ്പം AR റഹ്മാൻ എന്ന സംഗീത മാതൃകന്റെ മലയാളത്തിലേക്കുള്ള രണ്ടാം വരവും വിഷ്വൽ ഭംഗികൊണ്ടും ചിത്രം ഒരു ഗംഭീര തിയേറ്റർ അനുഭവമാണെന്ന് ഉറപ്പ് നൽകുന്ന ട്രെയിലറും അപ്ഡേഷനുകളും തന്നെയാണ് മുൻപെല്ലാം വന്നിരിക്കുന്നത്. ചിത്രം മാർച്ച് 28-നാണ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ അണിയറ പ്രവർത്തകർ ഒരുങ്ങുന്നത്. മലയാളത്തിൽ ഇന്നും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നജീം എന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നത്. ഈ ഒരു കഥാപാത്രത്തിനായി ഒരു നടൻ തന്റെ 8-9 വർഷക്കാലം മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ മലയാളത്തിന് ഏറെ സുപരിചിതമാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു 10-30 കിലോയോളം ഈ ഒരു സിനിമയ്ക്കായിട്ട് ഭാരം കുറച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മൾ ഇതിപ്പോ മറ്റന്നാൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് പോകാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന നമുക്ക് ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ കൂടും. നമ്മൾ ഇവിടെ ഫോട്ടോത്തിനെ കറക്കാനൊക്കെ പഠിക്കുക. എന്നാൽ ട്രെയിലർ എത്തിക്കഴിഞ്ഞപ്പോൾ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നിയ മറ്റൊരു വലിയ ചോദ്യം ഇതാണ്: ഇത്തരത്തിൽ ഗംഭീരമായി വാഴ്ത്തപ്പെടേണ്ട, വമ്പൻ രീതിയിൽ പ്രമോഷൻ നൽകപ്പെടേണ്ട ഒരു ചിത്രം പ്രമോഷൻ നൽകുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ്. കാരണം കൃത്യമായ ഒരു പ്ലാനിങ്ങോ കൃത്യമായ സമയമൊന്നും പാലിക്കാതെ തന്നെയാണ് ആടുജീവിതം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമയെ സമീപിച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ ഏതെങ്കിലും സിനിമാ പ്രേമിക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഈ ട്രെയിലർ മാത്രമല്ല, ഇതിനു മുമ്പ് വന്ന അപ്ഡേഷനുകളെല്ലാം തന്നെ പലപ്പോഴും ലീക്ക് ആയതിനു ശേഷവും അതേപോലെ തന്നെ പറഞ്ഞ സമയം പാലിക്കാതെയും ഒക്കെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ നോക്കുന്നത്. ഒരുപക്ഷെ ഓസ്കാർ പട്ടികയിലേക്ക് ഇടം നേടാൻ സാധ്യതയുള്ള ഒരു ചിത്രം, ഇന്ത്യൻ സിനിമയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കപ്പെടേണ്ട ഒരു സിനിമ, വലിയ രീതിയിലുള്ള പുരസ്കാരങ്ങൾ അർഹിക്കുന്ന സിനിമ, ഒരുപക്ഷെ പൃഥ്വിരാജ് എന്ന നടന് സംസ്ഥാന അവാർഡ് മാത്രമല്ല, ഒരുപക്ഷെ ഒരു നാഷണൽ അവാർഡ് തന്നെ കരസ്ഥമാക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ വളരെ വളരെ മോശം രീതിയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സിനിമയ്ക്കായി കാത്തിരിക്കാം. 2008-ലാണ് ചിത്രത്തിന്റെ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത്. ആടുജീവിതം വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ 2018-ലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത്. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമയും ആടുജീവിതം തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം ജൂലൈ 14-നാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായത്. ജോർദാനിലാണ് ചിത്രത്തിന്റെ മുഖ്യ ഭാഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയെന്നാണ് ആടുജീവിതത്തെ വിശേഷിപ്പിക്കുന്നത്. AR റഹ്മാനും റസൂൽ പൂക്കുട്ടിയും ഒരുമിക്കുന്ന സിനിമയിൽ നായികയായി എത്തുന്നത് അമല പോളാണ്. വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത്. ജിമ്മി ജീൻ ലൂയിസ് എന്ന ഹോളിവുഡ് നടനും പ്രശസ്തരായ അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി, റിക്കബി എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിലും ചിത്രം റിലീസിനെത്തുന്നു. സുനിൽ KS ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ കണ്ടു തീരുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം, മലയാള സിനിമയുടെ തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ആടുജീവിതം എന്ന സിനിമയിലൂടെ ബ്ലസ്സി സമ്മാനിക്കുന്നത്. റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ മികച്ച രീതിയിലുള്ള പ്രമോഷനുകളും നടത്തി വേൾഡ് വൈഡുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രേമികളുടെ മുമ്പിലേക്കും ആടുജീവിതം മികച്ച രീതിയിൽ എത്തിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. ചിത്രം മലയാളത്തിന് ലഭിക്കാൻ പോകുന്ന മറ്റൊരു വമ്പൻ വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആടുജീവിതത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസ്.